Image formation by spherical mirrors. ഗോളീയ ദർപ്പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിബിംബ രൂപീകരണമാണ് അടുത്ത ക്ലാസ്. ഇവിടെ ആദ്യമായി കോൺകേവ് മിറർ കൊണ്ടുള്ള ഇമേജ് ഫോർമേഷൻ നമുക്ക് കാണാം. എങ്ങനെയാണ് ഒരു ദർപ്പണം ഇമേജ് രൂപീകരിക്കുന്നത്? ഇവിടെ നമുക്ക് ചിത്രം കാണാം. ഇവിടെ ഒ ബിയുടെ പ്രതിബിംബമാണ്, ഇമേജാണ് IM. ഒ ബി എന്നത് ഒബ്ജക്റ്റാണ്, IM എന്നുള്ളത് അതിൻ്റെ ഇമേജാണ്. O എന്ന പോയിന്റിൻ്റെ ഇമേജ് Iയും B എന്ന പോയിന്റിൻ്റെ ഇമേജ് Mഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ B എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇമേജ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതാണ് B എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ വരുന്നു. ഈ B എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് രശ്മികൾ, റേസ് ഓഫ് ലൈറ്റ്, ഈ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പതിക്കുകയും അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന എല്ലാ രശ്മികളും ഒരു പ്രത്യേക ബിന്ദുവിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ എല്ലാ രശ്മികളെയും വരയ്ക്കേണ്ടതില്ല. പകരം നമുക്ക് ഏറ്റവും എളുപ്പമായ, നമുക്കറിയാവുന്ന, അതായത് ഏത് വഴി റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് അറിയാവുന്ന രണ്ട് രശ്മികളെടുത്ത് ചിത്രം വരച്ച് നോക്കിയാൽ നമുക്ക് ബിയുടെ ഇമേജ്, പോയിന്റ് ഇമേജ് ഏതാണെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ബിയിൽ നിന്ന് 2 രശ്മികളാണ് എടുത്തിരിക്കുന്നത്. ബിയിൽ നിന്ന് ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായി N എന്ന് പറയുന്ന പോയിന്റിൽ പതിക്കുന്ന ഒരു രശ്മി എടുത്തിരിക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായി പോകുന്ന രശ്മി ദർപ്പണത്തിൽ പ്രതിഫലനത്തിന് ശേഷം, അതായത് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് കടന്നു പോവുക. ആ രശ്മിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രശ്മിയാണത്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. ഇനി രണ്ടാമത്തെ രശ്മി കൂടി വരച്ചാൽ മാത്രമേ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം B എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടാമത്തെ രശ്മി കൂടി നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രശ്മി പോളിൽ, അതായത് കോൺകേവ് മിററിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററാണ് പോൾ. അവിടെ പതിക്കുന്ന രശ്മി ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം I = R ആയിരിക്കണം. ഇവിടെ പോളിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ എന്നുള്ളത് പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് I = ആംഗിൾ ഉണ്ടാക്കുന്നു. അതേ ആംഗിൾ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആവുന്ന വിധത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ ഈ രശ്മി കടന്നു പോകുന്നത് ഒരു കോമൺ പോയിന്റിലാണ്. ഈ ഒരു കോമൺ പോയിന്റ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതായത് 2 റേസ് ഓഫ് ലൈറ്റും ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. ആ പോയിന്റാണ് M, അതായത് പോയിന്റ് ഒബ്ജക്റ്റായ ബിയുടെ ഇമേജാണ് ഈ പോയിന്റ് M, പോയിന്റ് ഇമേജ്. ഇനി ഓയിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ മിററിലെ പ്രതിഫലനത്തിന് ശേഷം I എന്ന് പറയുന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെ ഇപ്പോൾ ഒറ്റ റേ ഓഫ് ലൈറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ റേ പ്രിൻസിപ്പൽ ആക്സിസ് കൂടി ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അത് പ്രതിഫലിച്ചു പോകുന്നത് Iയിൽ കൂടി തന്നെയാണ്, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് കൂടി തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും റേ എടുത്തു കഴിഞ്ഞാലും, ഓയിൽ നിന്ന് പുറപ്പെടുന്ന വേറൊരു റേ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാലും
ആ റേ റിഫ്ലക്ഷന് ശേഷം കടന്നു പോവുക ഐയിൽ കൂടി തന്നെയാണ്. അങ്ങനെ ഇതിനിടയിൽ ഒ മുതൽ ബി വരെയുള്ള എല്ലാ പോയിന്റുകളുടെയും ഇമേജ് ഐ മുതൽ എം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ ആ സ്ക്രീനിൽ കൃത്യമായി നമുക്ക് പ്രതിബിംബം ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രതിബിംബം ഒ ബി എന്ന ലീനിയർ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ റേസ് ഓഫ് ലൈറ്റ് കടന്നുപോയി ഉണ്ടാകുന്ന ഇമേജ് ആയതുകൊണ്ട് ഇത്തരം ഇമേജുകൾ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം ഇമേജുകൾ റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ. അതേപോലെ ബിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ രശ്മികളും എം എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ കൂടി കടന്നു പോകും. ഇവിടെ ഇപ്പോൾ 2 രശ്മികളെ വരച്ചിട്ടുള്ളൂ. ഇനി വേറൊരു രശ്മി നമ്മളിതിൽ കൂടി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതും മിററിൽ പ്രതിഫലനത്തിന് ശേഷം ഇതേ എം എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകും. മനസ്സിലാക്കുക. ഇനി ഒരു കോൺകേവ് മിററിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിബിംബ രൂപീകരണം നമുക്ക് നോക്കാം. വ്യത്യസ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ. ഓക്കെ. ഒരു ഇമേജ് ഫോർമേഷനിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തത് പൊസിഷൻ ഓഫ് ദ ഇമേജ്, then size of the image, then third one whether it is inverted or erect, then fourth one is whether it is real or imaginary or virtual. ഈ 4 കാര്യങ്ങളാണ് നേച്ചർ ഓഫ് ദ ഇമേജ്, അതായത് പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാം, ഇമേജ് ഇവിടെ ഉണ്ട്. ഈ ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫോർ ദ ഒബ്ജക്റ്റ് ബിയോണ്ട് സി, സിക്ക് അപ്പുറമാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഇമേജ് അപ്പോൾ ഉണ്ടാകുന്നത് സിക്കും എഫിനും ഇടയിലാണ്, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലാണ്. ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് നമ്മളുടെ ഇമേജ് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് സൈസ് നമുക്ക് പറയാം. ഇതാണ്, ഇത്രയും സൈസ് ഇവിടെ ഉണ്ട്. സിക്ക് അപ്പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന സമയത്ത് സൈസ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും. സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് ആയിരിക്കും സൈസ്. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഇമേജ് കാണാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇത് നിവർന്നതാണോ തലകീഴായതാണോ എന്നുള്ളതാണ്. അപ്പോൾ തലകീഴായ ഇമേജാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മളുടെ ഈ മരങ്ങളൊക്കെ തല കീഴായിട്ടാണ് നമുക്ക് ഇമേജ് ഒരു സ്ക്രീനിൽ ലഭ്യമാവുക. ഇനി നാലാമത്തെ കാര്യം, ഇത് റിയലാണോ വെർച്വലാണോ എന്നുള്ളതാണ്. യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ അല്ലെങ്കിൽ മിഥ്യയാണോ എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞു, ഒരു സ്ക്രീനിൽ നമുക്ക് പതിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഇമേജാണ്. അതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഈ കാര്യത്തിൻ്റെ നേച്ചർ ഓഫ് ദ ഇമേജ് ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഇവിടെ കാണിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി, അപ്പോൾ വരുന്ന നേച്ചർ ഓഫ് ദ ഇമേജ്. Okay, nature of the image. First one, in between C and F. Then second one, smaller than the object. Third one, inverted image. And fourth one, image is real. അപ്പോൾ നമുക്ക് അടുത്ത കേസ് നോക്കാം. ഒബ്ജക്റ്റ് അറ്റ് സി, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഇവിടെ ഒബ്ജക്റ്റ് സി ബി ആണ്. ഈ സി ബിയുടെ ഇമേജ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം. ഇതേ സിയിൽ തന്നെയാണ്. സി എം ആണ് ഇമേജ് ആയിട്ടുള്ളത്. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാം, സെയിം സൈസാണ്. സി ബി ഈക്വൽ ടു സി എം ആണ്.
അതായത് ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ ഇമേജ് സിയിൽ തന്നെയാണ്. സി ബി എന്ന ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നെ അത് തന്നെയാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജും. കൂടാതെ ഇത് ഇൻവേർട്ടഡ് ഇമേജാണ്, തലകീഴായ പ്രതിബിംബമാണ്. അതേപോലെ റിയൽ ഇമേജാണ്. ഇത് 4 കാര്യങ്ങളും നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നത് പോലെ നോക്കി എഴുതാം. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതായത് വസ്തു വക്രതാ കേന്ദ്രത്തിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിൽ വന്നാൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം വസ്തു സിക്കും എഫിനും ഇടയിലാണ് വസ്തു ഉള്ളത്. അങ്ങനെ വന്നാൽ ഇമേജ് നോക്കുക. ഇവിടെ വീണ്ടും നമ്മൾ 2 രശ്മികൾ എടുത്തിരിക്കുന്നു. ഒന്ന് പാരലൽ റേ ആണ്, ഒന്ന് ഫോക്കസിൽ കൂടി പോകുന്ന റേ ആണ്. നേരത്തെ എടുത്തിരുന്നത് പോളിൽ ചരിഞ്ഞു പതിച്ച റേ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫോക്കസിൽ കൂടി പതിക്കുന്ന ഒരു റേ ആണ്. ഫോക്കസിൽ കൂടി പതിക്കുന്ന ഒരു റേ റിഫ്ലക്റ്റ് ചെയ്യുക പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ്. ശ്രദ്ധിക്കുക. അതേപോലെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, സിയിൽ കൂടിയാണ് ഒരു റേ പതിക്കുന്നതെങ്കിൽ അത് സിയിൽ കൂടി തന്നെയാണ് തിരിച്ചു പോവുക, സിയിൽ കൂടി തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്തു പോവുക. അതായത് കാരണം സിയിൽ കൂടി മിററിൻ്റെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സിയിൽ കൂടി മിററിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന രേഖ എന്നുള്ളത് ആ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം നോർമലായിരിക്കും. അതുകൊണ്ട് സിയിൽ കൂടി ഒരു രേഖ വരികയാണെങ്കിൽ, ഒരു റേ വരികയാണെങ്കിൽ ആ റേ നോർമലിൽ കൂടി തന്നെയാണ് പോവുക. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവുന്നത് കൊണ്ട് അതേ ഡയറക്ഷനിൽ പ്രതിഫലിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇമേജ് നോക്കുക. ഇമേജ് സിക്കും അപ്പുറമാണ്. ഇമേജ് ബിയോണ്ട് സി ആണ് വരുന്നത്. സിക്കും അപ്പുറമാണ് ഇമേജ് രൂപപ്പെടുന്നത്. അതേപോലെ ഒബ്ജക്റ്റിനേക്കാളും ബിഗ്ഗറാണ്, സൈസ് വളരെ കൂടുതലാണ്. ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് സൈസ് കൂടുതലാണ്. അതേപോലെ ഇൻവേർട്ടഡ് ആണ്, ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് തലകീഴായ പ്രതിബിംബമാണ്. യഥാർത്ഥത്തിൽ റേകൾ വന്ന് പതിച്ചുണ്ടാകുന്ന പ്രതിബിംബമായതുകൊണ്ട് നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, ഒരു സ്ക്രീനിൽ പതിപ്പിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതൊരു റിയൽ ഇമേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക ഇമേജ് ബിയോണ്ട് സി, then bigger than object, then inverted image, real image. ഓക്കെ, ഇത് നോട്ട് ചെയ്തെടുക്കുക. ഇനി ഒബ്ജക്റ്റ് അറ്റ് എഫ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ നമുക്ക് കാണാം, നമ്മൾ ബി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന 2 രശ്മികൾ എടുക്കുന്നു. ഒന്ന് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, രണ്ടാമത്തത് പോളിലേക്ക് ഒബ്ലീക്കായിട്ട് പതിക്കുന്ന രശ്മി. ദ റേ ഇൻസിഡൻസ് ഒബ്ലീക്ലി അറ്റ് പി. ബോത്ത് ആർ റിഫ്ലക്റ്റഡ്. ദ റിഫ്ലക്റ്റഡ് റേസ് ആർ, യു ക്യാൻ സീ, പാരലൽ. ഇതുപോലെ തന്നെ എഫ് മുതൽ ബി വരെയുള്ള എല്ലാ ബിന്ദുക്കളിൽ നിന്നും വരുന്ന റേസ് കടന്നു പോകുന്നത് പാരലലായിട്ടാണ്. ഇങ്ങനെ പാരലലായി പോകുന്നത് കൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരു ഇമേജ്, കാരണം ഇവ കൺവേർജ് ചെയ്യപ്പെടില്ല ഒരു പോയിന്റിലും, പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു ഇമേജും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാത്തമാറ്റിക്കലി പറയുമ്പോൾ പാരലൽ റേസ്, സമാന്തര രേഖകൾ സന്ധിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്, അനന്തതയിലാണ്. അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് പറയാം ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഒബ്ജക്റ്റ് അറ്റ് എഫ് പ്രാക്ടിക്കലി
no image is formed since the reflected rays of the rays emerging from a point object are parallel. But mathematically, image is at infinity as the parallel rays meet at infinity. നിങ്ങൾ എഴുതിയെടുക്കുക. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ, അതായത് ഒബ്ജക്റ്റ് ഈസ് വെരി നിയർ ടു ദ concave mirror. Then we can consider two rays. One is parallel to the principal axis and another one is incidenting obliquely towards the pole. ഇങ്ങനെയുള്ള രണ്ട് റേസ് എമർജിങ് ഫ്രം ബി ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന കാണുക നിങ്ങൾ, ഈ രണ്ടെണ്ണം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസ് ഡൈവേർജ് ചെയ്യുകയാണ്, അതായത് അകന്നു പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഈ രണ്ട് റേസ് നമ്മളെ കണ്ണിൽ പതിക്കുമ്പോൾ നമുക്ക് അവ രണ്ടും വരുന്നത് എം ഡാഷ് എന്ന് പറയുന്ന ഒരു ഇമേജിനറി പോയിന്റിൽ നിന്നാണെന്ന് നമുക്ക് തോന്നും. അതായത് നമ്മൾ ഈ മിററിൽ നമ്മൾ ആ പ്രതിബിംബം കാണുകയാണ് ചെയ്യുക. അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജിനറി ഇമേജ്, ഐ മീൻ ഒരു മിഥ്യാ പ്രതിബിംബം, ഒരു വെർച്വൽ ഇമേജ് ആയിട്ട് നമ്മൾ എം ഡാഷ് ആയിട്ട് നമ്മൾ കാണും. ഇത് യഥാർത്ഥത്തിൽ റേ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി മിറർ തുളച്ച് കയറി ഇപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് റേയും ഇങ്ങനെ ഇവിടെയുള്ളൊരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. മറ്റുള്ള പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഇമേജ് അതേപോലെ ഇതിന് ചോട്ടിൽ നമ്മൾ ഐ ഡാഷ് വരെ നമ്മൾ കാണും. ബിയിൽ നിന്ന് ഓയിലേക്ക് വരുന്ന ബിന്ദുക്കളുടെയൊക്കെ ഇമേജ് എം ഡാഷ് മുതൽ ഐ ഡാഷ് വരെ നമ്മൾ കാണും. മിററിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ മാത്രം സാധിക്കുന്ന ഒരു ഇമേജ് ആയതുകൊണ്ട് അത് ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇത്തരം വെർച്വൽ ഇമേജ് നോക്കുക നിങ്ങൾ, അത് ഇറക്റ്റാണ്, നിവർന്ന പ്രതിബിംബമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഇമേജിൻ്റെ സവിശേഷതകൾ നോക്കാം. നേച്ചർ ഓഫ് ദ ഇമേജ്. ഫസ്റ്റ് വൺ, ഇമേജ് അറ്റ് ദ ബാക്ക് സൈഡ് ഓഫ് ദ മിറർ. പിറകുവശത്താണ്, മിററിൻ്റെ പിറകുവശത്താണ് ഈ മിറർ ലഭ്യമാവുന്നത്. അത് നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. ക്യാൻ ഓൺലി പോസിബിൾ ടു സീ ബൈ ദ ഒബ്സർവർ. ദെൻ സെക്കൻഡ് വൺ, ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. ഇത്തരം ഒരു ഇമേജ് വലിയ ഇമേജ് ആയിരിക്കും, ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് വലുപ്പം കൂടുതലുള്ള ഇമേജ് ആയിരിക്കും, നിങ്ങൾ കാണാം അവിടെ. ദെൻ ഇറക്റ്റ് ഇമേജാണ്, നിവർന്ന പ്രതിബിംബമാണ്. ദെൻ ഒരു യഥാർത്ഥ പ്രതിബിംബമാണ്. ഇമേജ് ഈസ് വെർച്വൽ. ഓക്കെ, ഇതുകൂടി എഴുതിയെടുക്കാം. നെക്സ്റ്റ് വൺ, ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന, കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണം. ഇവിടെ നമുക്ക് ഒരു കോൺവെക്സ് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് മിറർ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് മിററിൻ്റെ പിറകുവശത്താണുള്ളത്, സെൻറ്റർ ഓഫ് കർവേച്ചർ പിറകുവശത്താണുള്ളത്, ഒബ്ജക്റ്റ് മുന്നിലാണുള്ളത്. ഇതിൽ നിന്നും നമ്മൾ രണ്ട് റേ, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രണ്ട് റേ മിററിൽ പതിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ആ രണ്ട് റേയും കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ഡൈവേർജ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും കൺവേർജ് ചെയ്യുന്നില്ല. ഡൈവേർജ് ചെയ്യുന്ന ഈ റേകൾ നമ്മളുടെ കണ്ണിൽ പതിക്കുമ്പോൾ അവ നമുക്ക് പുറകിലോട്ട് ഇങ്ങനെ നീട്ടി വരച്ചാൽ അവ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഈ ബിന്ദു എം ഡാഷ് എന്ന ബിന്ദു ബി എന്ന ബിന്ദുവിൻ്റെ
ഒരു പ്രതിബിംബമായിരിക്കും. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ മിററിൽ നമുക്ക് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ റേസ് അവിടെ എത്തുന്നില്ല. അതുകൊണ്ട് എം ഡാഷ് എന്ന് പറയുന്ന ഈ ഇമേജ് ബിയുടെ ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും. ബി മുതൽ ഒ വരെയുള്ള പോയിൻറ്സുകളുടെ ഒക്കെ ഇതുപോലത്തെ വെർച്വൽ ഇമേജുകൾ എം ഡാഷ് മുതൽ ഐ ഡാഷ് വരെ നിരന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമേജുകളുടെ ഒരു സവിശേഷത നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് ദ ഇമേജ് അറ്റ് ദ ബാക്ക് സൈഡ് ഓഫ് ദ മിറർ ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഈ കേസിൽ പിക്കും എഫിനും ഇടയിലായിരിക്കും ഇമേജ്. Then image is smaller than the object. Then image is erect. നിവർന്നു നിൽക്കുന്ന പ്രതിബിംബമാണ്, ഇറക്റ്റ് ആണ്. അതേപോലെ ഇമേജ് ഈസ് വെർച്വൽ. ഈ കാര്യങ്ങളൂടി നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് യൂസസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഉപയോഗങ്ങൾ. അതിലൊന്നാമത്തത് യൂസസ് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിററിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കോൺകേവ് മിറർ നിങ്ങൾക്കറിയാം, ഇങ്ങനെ വരുന്ന മിററാണ്. ഉള്ളോട്ട് കുഴിഞ്ഞ ആകൃതിയിലുള്ള മിററാണ്. അതുകൊണ്ടാണ് അതിന് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അതെന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, to construct reflecting type Newtonian astronomical telescopes. ന്യൂട്ടോണിയൻ ടെലിസ്കോപ്സ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്സ് ആണ്. ദൂരദർശിനി, റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ദൂരദർശിനി, അതായത് ഇത്തരത്തിലുള്ള കോൺകേവ് മിറർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഇമേജ് ഉണ്ടാക്കുന്നത്. ഒരു അവതല ദർപ്പണം, ഇതേപോലത്തെ കോൺകേവ് മിറർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ദൂരെയുള്ള വസ്തുക്കളുടെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാം. ഫോക്കസിലാണ് ഇമേജ് ഉണ്ടാവുക. വളരെ വളരെ ദൂരെയുള്ള വസ്തുക്കളുടെ ഇമേജ് രൂപപ്പെടുക ഫോക്കസിലാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയൊക്കെ ഇമേജ് ഇതേപോലെ ഫോക്കസിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഇമേജിനെ പുറത്തു നിന്നുള്ള വേറൊരു ടെലിസ്കോപ്പ്, ഒരു സാധാരണ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ അതൊരു ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ആസ്ട്രോണോമിക്കൽ ടെലിസ്കോപ്പ് ആയിട്ട് മാറും. ഇതാണ് നമ്മൾ ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇൻ സെർച്ച് ലൈറ്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽ ഹെഡ് ലൈറ്റ്സ് ആസ് റിഫ്ലക്റ്റേഴ്സ്. സെർച്ച് ലൈറ്റുകളൊക്കെ നിരീക്ഷണ സംവിധാനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സെർച്ച് ലൈറ്റ്, അതേപോലെ വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റ്സ്, ഇതിലൊക്കെ അതിൻ്റെ പുറകിലുള്ള റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കും. ദെൻ തേർഡ് വൺ, ഡെന്റിസ്റ്റ് യൂസ് ടു ഇൻസ്പെക്ട് ദ ഇൻസൈഡ് ഓഫ് ദ മൗത്ത്. ദന്തരോഗ വിദഗ്ധർ നമ്മളുടെ വായയുടെ ഉൾവശത്ത് കാണാൻ വേണ്ടിയിട്ട്, അവ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മിററുകൾ, ദർപ്പണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ്, യൂസ്ഡ് ആസ് ഷേവിംഗ് മിറേഴ്സ്. വലുതായി കാണാൻ കഴിയുന്നത് കൊണ്ട് ഷേവിംഗ് മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, യൂസ്ഡ് ഇൻ സിനിമ പ്രൊജക്ടേഴ്സ് ആസ് ദ റിഫ്ലക്ടർ ഓഫ് ദ ആർക്ക് ലാമ്പ്. പഴയ ടൈപ്പ് സിനിമ പ്രൊജക്ടറുകളിലൊക്കെ റിഫ്ലക്ടറായിട്ട് ആർക്ക് ലാമ്പാണ് ഉപയോഗിക്കുക. കാർബൺ റോഡ്സ് ആണ് അവിടെ ഉയർന്ന വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ ഒരു ദ്യുതി ഉണ്ടാവും. ആ ദ്യുതിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിഫ്ലക്ടറായിട്ട് കോൺകേവ് മിററാണ് പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നത്, സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് യൂസസ് ഓഫ് കോൺകേവ്. നെക്സ്റ്റ് വൺ, യൂസസ് ഓഫ് കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിറർ, ഉത്തല ദർപ്പണം, അതിൻ്റെ ഉപയോഗങ്ങൾ. ഫസ്റ്റ് വൺ, യൂസ്ഡ് ഇൻ ദ റിയർ വ്യൂ മിറേഴ്സ് ഓഫ് ദ വെഹിക്കിൾ. സിൻസ് ദ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്, ഇറ്റ് ഗിവ്സ് എ വൈഡ് സ്പാൻ ഓഫ് വ്യൂ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രതിഫലന തലം
പൊങ്ങി ഉന്തി നിൽക്കുന്ന ആകൃതിയുള്ള ദർപ്പണങ്ങളാണ്. അത് നമ്മൾ വാഹനങ്ങളുടെ പുറകുവശം കാണുന്ന കണ്ണാടിയായിട്ട് ഉപയോഗിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഇമേജ് ചെറുതും നിവർന്നു നിൽക്കുന്നതുമാണ്. നമുക്ക് പുറകുവശം തല തിരിഞ്ഞു കണ്ടാൽ നമുക്ക് വാഹനം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിവർന്നു നിൽക്കുന്നതായിരിക്കണം, ചെറുതായിരിക്കണം. ചെറുതാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വൈഡ് സ്പാൻ ഓഫ് വ്യൂ, പുറകുവശത്തിൻ്റെ വലിയൊരു കാഴ്ച നമുക്ക് ഫലപ്രദമായി കിട്ടുന്നതിന് സാധിക്കുന്നു. പക്ഷേ ചെറുതായതുകൊണ്ട്, ഡിമിനിഷ്ഡ് ഇമേജ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഫീല് വരും. ഈ പുറകിലുള്ള വാഹനം, നമ്മൾ മിററിൽ കാണുന്ന പുറകിലുള്ള വാഹനം വളരെ ദൂരെയാണ് എന്ന് നമുക്കൊരു ഫീലുണ്ടാവും. പക്ഷേ അതിനേക്കാളും അടുത്തായിരിക്കും. The images seen in the mirror are closer than they appear. അവ നമ്മൾ കാണുന്നതിനേക്കാളും അടുത്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സാധാരണ ഇത്തരം കണ്ണാടികളിൽ, ചില കണ്ണാടികളിലൊക്കെ എഴുതി കാണാറുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് വൺ, യൂസ്ഡ് ആസ് ദ റിഫ്ലക്റ്റേഴ്സ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ പ്രകാശം ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൺവേർജ് ചെയ്ത് വരരുത്. അത് ഡൈവേർജ് ചെയ്ത് പോകണം, അകന്നു പോകണം. അകന്നു പോയിട്ട് വലിയൊരു ഏരിയയെ ലൈറ്റപ്പ് ചെയ്യാൻ അത് സഹായിക്കണം. അപ്പോൾ യൂസ്ഡ് ആസ് ദ റിഫ്ലക്റ്റേഴ്സ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്സ് ടു ഡൈവേർജ് ദ ലൈറ്റ് റേസ് ആൻഡ് ടു ലൈറ്റ് അപ്പ് മോർ ഏരിയ. ദെൻ തേർഡ് വൺ, യൂസ്ഡ് ആസ് സ്മോൾ മേക്കപ്പ് മിറേഴ്സ്. നമ്മൾ ബാഗുകളിലൊക്കെ കൊണ്ടു നടക്കുന്ന ചെറിയ മേക്കപ്പ് മിറേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. കാരണം നമുക്കൊരു മുഖത്തിൻ്റെ ചെറിയൊരു മിററിൽ നമ്മളുടെ മുഖത്തിൻ്റെ വലിപ്പം കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ അതൊരു കോൺവെക്സ് മിറർ ആയിരിക്കണം. കാരണം ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ നോക്കി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഒന്നുകൂടി നിങ്ങൾ വീഡിയോ പുറകിലേക്ക് പോയി വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.